ഫോർമുല ഫോർ എ.ടി. എ.എൻ ആൻഡ് കർവേച്ചർ. അപ്പോൾ എ.ടി എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്, ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ഓഫ് ആക്സലറേഷൻ. എ.എൻ എന്ന് പറഞ്ഞാലോ നോർമൽ കമ്പോണൻ്റ് ഓഫ് ആക്സലറേഷൻ. ഇതിനൊക്കെ ഓരോ ഫോർമുല നമുക്ക് അറിയാവുന്നതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ, തന്നിട്ടുള്ളത് r(t) ആണെങ്കിൽ ആക്സലറേഷനും വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അത് വെച്ചിട്ടുള്ള ഫോർമുലാസാണ് ഇതിൻ്റെ പ്രത്യേകത. എ.ടി is equal to v dot a, velocity dot acceleration by norm v. a.n is equal to norm of v cross a by norm v. Then curvature, kappa of t is equal to norm v cross a by norm v whole cube. ഇതാണ് ഈ സെക്ഷൻ്റെ പ്രത്യേകത. ഈ ഫോർമുല മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ഒരു പ്രോബ്ലം ചെയ്യാം. The curve traced by r(t) is equal to ti plus 1/2 t square j plus 1/3 t cube k is said to be a twisted cubic. അപ്പോൾ twisted cubic എന്ന് പറഞ്ഞാൽ ഇതാണ്. If r(t) is the position vector of a moving particle, find the tangential and normal components of the acceleration at any time t. Also find the curvature. ഇത് നമുക്ക് ഫോർമുല അറിയാം. തന്നിട്ടുള്ള r(t), ഇതിൽ നിന്ന് ദിസ് ഇസ് r(t), ഇതിൽ നിന്ന് r'(t) കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? ടിയുടെ ഡെറിവേറ്റീവ് r'(t) എന്ന് പറഞ്ഞാൽ അതാണ് വെലോസിറ്റി. ദാറ്റ് ഈസ് ടിയുടെ ഡെറിവേറ്റീവ് 1, ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t, 2 ക്യാൻസൽ ചെയ്ത് പോകും. ടി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3t², 3 ക്യാൻസൽ ചെയ്ത് പോയി. ഇതാണ് നമ്മുടെ വെലോസിറ്റി r'(t). ഇതൊരു പ്രാവശ്യം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ r', ദാറ്റ് ഈസ് ആക്സലറേഷൻ. എന്ത് കിട്ടും? 1 ഡെറിവേറ്റീവ് 0, ടി ഡെറിവേറ്റീവ് 1, ടി സ്ക്വയർ ഡെറിവേറ്റീവ് 2t. ദിസ് ഈസ് വെലോസിറ്റി, ആക്സലറേഷൻ. ദെൻ ഫൈൻഡ് v ഡോട്ട് എ. ഞാൻ രണ്ട് വെക്ടേഴ്സും ഡോട്ട് ഇടുക. ഇതാണ് v, ഇതാണ് a. ഡോട്ട് ഇടുന്നത് എങ്ങനെയാണ്? ഐ കമ്പോണൻ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 0 0 പ്ലസ് ഐ ഡോട്ട് ഐ 1 പ്ലസ് ടി ജെ ഡോട്ട് 1j. അപ്പോൾ j ഡോട്ട് j 1 ആണ്. ടി × 1 ടി പ്ലസ് ദെൻ ഇതും എന്തോ k ഡോട്ട് k 1 ആണ്. ടി സ്ക്വയർ × 2t ക്യൂബ്. നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത് ഒരു സ്കേലാറാണ്, വെക്ടർ അല്ല. സോ ടി പ്ലസ് 2t ക്യൂബ്. ദെൻ നോം വി is equal to റൂട്ട് ഓഫ് വി എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, ഇതാണ് വി. ഇങ്ങനെ തന്നെ നോം എടുക്കുമ്പോൾ റൂട്ട് ഓഫ് ഐയുടെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ 1² പ്ലസ് ജെയുടെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ t² പ്ലസ് കെയുടെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ t² ഹോൾ സ്ക്വയർ. That is equal to root of 1 plus t² plus t raised to 4. Therefore, the tangential component of the acceleration is a of t is equal to v dot a by norm v, that is equal to t² പ്ലസ് 2t ക്യൂബ് ഡിവൈഡ് ബൈ ഈ എടുക്കുന്നതാണ് എന്ത്, ഈ ഡിനോമിനേറ്റർ എടുക്കുന്നതാണ് നമ്മുടെ നോം ബി, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 പ്ലസ് t² പ്ലസ് t raised to 4. ദിസ് ഈസ് a.t. ഇതുപോലെ നമുക്ക് a.n കണ്ടുപിടിക്കണം. a.n എന്ന് പറഞ്ഞാൽ a.n ഫോർമുല എന്താ, ഇതാണ് നോം വി ക്രോസ് എ ബൈ നോം വി. ദാറ്റ് ഈസ് ആദ്യം വി ക്രോസ് എ കണ്ടുപിടിക്കുക. ഇതാണ് വി, ഇതാണ് എ. എങ്ങനെ രണ്ട് വെക്ടറിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക? ഡിറ്റർമിനൻ്റാണ് വേണ്ട. ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ ഫസ്റ്റ് വെക്ടർ കമ്പോണൻസ് എടുത്ത് എഴുതി, താഴെ സെക്കൻഡ് വെക്ടറിൻ്റെ കമ്പോണൻസ് എടുത്ത് എഴുതി. ദെൻ എങ്ങനെയാണ് ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്യുക? ഐ ഇൻറ്റു ഈ റോയും ഈ കോളവും പോയി t × 2t² മൈനസ് t² × 1 t². ദെൻ മൈനസ് എപ്പോഴും മൈനസാണ് ഇവിടെ വരിക. മൈനസ് j ഇൻറ്റു ഈ റോയും ഈ കോളവും പോയി ബാക്കി എന്തോരും 1 × 2t മൈനസ് t² × 0 0 പ്ലസ് k ഇൻറ്റു ഈ റോയും ഈ കോളവും പോകുമ്പോൾ 1 × 1 മൈനസ് t × 0 0. ദാറ്റ് ഈസ് 2t² മൈനസ് t² വെറും t² ആയി മൈനസ് 2tj പ്ലസ് k. ദിസ് ഇസ് വി ക്രോസ് എ. ഇനി ഇതിൻ്റെ നോം എടുക്കുമ്പോൾ എന്താ ചെയ്യുക? നോം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ടി ഐൻ്റെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ t² പ്ലസ്
ജെയുടെ കോഎഫിഷ്യൻറ്റ് -2t അതിൻ്റെ സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യൻറ്റ് 1 അതിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് t⁴ പ്ലസ് 4t² പ്ലസ് 1. ഇതാണ് നോം വി ക്രോസ് എ. ആ രണ്ട് വാല്യൂസും ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് t⁴ പ്ലസ് 4t² പ്ലസ് 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് t⁴ പ്ലസ് t² പ്ലസ് 1 എന്ന് കിട്ടും. ദെൻ കർവേച്ചർ അവസാനമായി കണ്ടുപിടിക്കേണ്ടത് കർവേച്ചറാണ്. കർവേച്ചർ ഈസ് ഈക്വൽ ടു നോം വി ക്രോസ് എ ബൈ നോം വി ഹോൾ ക്യൂബ്. നോം വി തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഹോൾ ക്യൂബ് കൊടുക്കുക. ദാറ്റ് ഈസ് ഇവിടെ റൂട്ട് ഓഫ് ഇത് അതിൻ്റെ റൂട്ട് കളഞ്ഞ് എന്ത് വരും t⁴ പ്ലസ് 2t² പ്ലസ് 1 ഹോൾ റേസ് ടു 1/2. റൂട്ട് കളഞ്ഞതുകൊണ്ടാണ് പവറായിട്ട് 1/2 എടുത്തത്. അതുപോലെ ഇവിടെ റൂട്ട് കളയുമ്പോൾ t⁴ പ്ലസ് t² പ്ലസ് 1 ഹോൾ റേസ് ടു 1/2 അത് ഇൻറ്റു 3 അതിൻ്റെ പവറായിട്ട് 3 ദാറ്റ് ഈസ് t⁴ പ്ലസ് t² പ്ലസ് 1 റേസ് ടു 3/2. ദെൻ റേഡിയസ് ഓഫ് കർവേച്ചർ. എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് നമ്മൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ വിശദമായിട്ട് എടുത്തിട്ടുള്ള കാര്യമാണ്. ഞാനൊന്ന് പറയാം. ഇവിടെ നിങ്ങൾ കണ്ടു ഒരു മഞ്ഞ നിറത്തിലൊരു കർവ് വരച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കർവ്. ഈ കർവിന് ഏറ്റവും ഫിറ്റായിട്ട് നിൽക്കുന്ന സർക്കിളാണ് ഈ കിടക്കുന്നത്. അതായത് ഞാൻ ഈ വരച്ചിട്ടുള്ള ഈ റെഡ് നിറത്തിലുള്ള കർവിന് ഏറ്റവും ഫിറ്റായിട്ട് കിടക്കുന്നതാണ് എന്ത് ഈ സർക്കിൾ. ആ സർക്കിളിനെയാണ് സർക്കിൾ ഓഫ് കർവേച്ചർ എന്ന് പറയാം. ദെൻ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിലൂടെ വരച്ചിട്ടുള്ള ടാൻജൻ്റാണ് ഞാൻ ഈ വരച്ചിട്ടുള്ള നീല ലൈൻ, ബ്ലൂ ലൈൻ. ഇത് ടാൻജൻ്റ്, ഇത് കർവിലൊരു പോയിന്റ്. ആ പോയിന്റിലെ ഈ കർവിനെ ഏറ്റവും ബെസ്റ്റായിട്ട് ഫിറ്റായി നിൽക്കുന്നതിനാണ് നമ്മൾ സർക്കിൾ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുക. ആ സർക്കിളിൻ്റെ സെൻറ്ററിനെ പറയുന്ന പേരാണ് ആ സർക്കിളിൻ്റെ റേഡിയസിന് പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ദി റെസിപ്രോക്കൽ ഓഫ് ദി കർവേച്ചർ റോ ഇസ് ഈക്വൽ ടു 1/k ഈസ് കോൾഡ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത് ഫോർമുലയിൽ പറയണത് ജോമെട്രിക്കലി ഇങ്ങനെ പറയും. ഇപ്പോൾ കർവേച്ചറിൻ്റെ റെസിപ്രോക്കലിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാം. The radius of a circle at a point P on a circle C is the radius of a circle that fits the curve there better than any other circles. ആ സർക്കിളിനെ പറയുന്ന പേരാണ് സർക്കിൾ ഓഫ് കർവേച്ചർ. ആ സർക്കിളിൻ്റെ റേഡിയസിനെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അതിൻ്റെ സെൻറ്ററിനെ പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ദി സർക്കിൾ അറ്റ് P ഈസ് കോൾഡ് ദി സർക്കിൾ ഓഫ് കർവേച്ചർ ആൻഡ് ഇറ്റ്സ് സെൻറ്റർ ഈസ് കോൾഡ് ദി സെൻറ്റർ ഓഫ് കർവേച്ചർ. ദി സർക്കിൾ അറ്റ് P എന്ന് പറഞ്ഞല്ലോ, ഈ P എന്ന പോയിന്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണേ. ഈ P എന്ന പോയിന്റിലൂടെ നമ്മൾ എന്ത് വരച്ചത്, ടാൻജൻറ്റ് വരച്ചത്, പിന്നെ സർക്കിൾ വരയ്ക്കണത്. ഇനി ആ P എന്ന പോയിന്റ് ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവുക, ഇതാണ് എൻ്റെ P എന്ന പോയിൻ്റെങ്കിൽ ഞാൻ ഇവിടെ നിന്നാണ് എന്ത് വരയ്ക്കുക, ടാൻജൻറ്റ് വരയ്ക്കുക. ഇവിടെ നിന്ന് ടാൻജൻറ്റ് ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഞാൻ അതിന് ഫിറ്റായിട്ടുള്ള ഏറ്റവും ഫിറ്റായിട്ടുള്ള സർക്കിളിനെ കൺസിഡർ ചെയ്യും. ആ സർക്കിളിനെയാണ് സർക്കിൾ ഓഫ് കർവേച്ചർ എന്ന് പറയുക. അതിൻ്റെ റേഡിയസിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുക. അതിൻ്റെ സെൻറ്ററിനാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുക. ഞാൻ ഈ പറഞ്ഞതൊക്കെ ജോമെട്രി. പക്ഷേ മാത്തമാറ്റിക്കലി ചെയ്യുമ്പോൾ റേഡിയസ് ഓഫ് റെസിപ്രോക്കൽ ഓഫ് ദി കർവേച്ചർ ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ ഈ ഇതോടുകൂടി നമ്മുടെ സെക്ഷൻ തീരാണ്. സെക്ഷൻ 9.3 ഇവിടെ തീരുകയാണ്.